ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. റൈറ്റ് ചെയ്തിട്ട് അത് ഓഫ് ആയിക്കോട്ടെ, എന്നിട്ട് ക്ലോസ് ചെയ്തോ, ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഈ ക്ലാസ് നമുക്ക് വിസിബിൾ ആവുന്നത് യൂസ് ചെയ്യും. അപ്പൊ ഈ സാധനം യൂസ് ചെയ്താൽ അതിങ്ങനെ ചെയ്തുണ്ട് സ്ക്രോൾ ചെയ്ത്. ഓക്കെ, Okay, good morning. Good morning, ma'am. എൻ്റെ പേര് ആതിര. ശരണംസിന് ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിട്ട് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് ചാപ്റ്റർ 3 ആണ് എടുക്കാൻ പോകുന്നത്. ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. കേൾക്കുന്നുണ്ടോ? Yes, ma'am, clear ആണ്. ഓക്കെ, എന്താണ് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞാല്? നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് പറഞ്ഞേ, എങ്ങനെയാണ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് പറയുന്നു. ഒന്നും അറിയില്ല. കേൾക്കുന്നില്ലേ? ഇംഗ്ലീഷ് മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഹോമിയോപ്പതി, യുനാനി. ഓക്കെ, നമ്മൾ ഇതിലേതെങ്കിലും ഒക്കെ ഒരു ചികിത്സ എടുക്കുന്ന ആളായിരിക്കും അല്ലേ? ഇതിലേതാണ് നിങ്ങൾ എടുക്കുന്നത്? ഇതിലേതെങ്കിലും എടുക്കുന്നുണ്ടോ നിങ്ങള്? ഇംഗ്ലീഷ് മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വിശ്വാസം അനുസരിച്ച് ചികിത്സാ രീതികൾ നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്റർ തുടങ്ങിയാലോ? അങ്ങനെയാണെങ്കിൽ ചാപ്റ്റർ 3 ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അതിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് എന്താണ്? പരമ്പരാഗത ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഫസ്റ്റ് പോയിന്റില് നോക്കാൻ പോകുന്നത്. പരമ്പരാഗതമായി നമുക്കറിയാം എന്താണ് ട്രഡീഷണൽ ആയിട്ട് വരുന്ന ആരോഗ്യ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? ഇൻ ഇന്ത്യ, ബിസൈഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് മോഡേൺ മെഡിസിൻ, traditional medical practitioners continue to practice throughout the country. Popular native healthcare tradition consists of Ayurveda, Yoga, Unani, Siddha, Homeopathy and Naturopathy. Naturopathy എന്ത് പറയുന്നത്? ആയുഷ് എന്ന പേരിലും പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റംസ് എന്ന് പറയുന്നത്, പരമ്പരാഗത ചികിത്സാ രീതികൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്? ആയുർവേദം വരുന്നുണ്ട്, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഈ 5 എണ്ണമാണ് പ്രധാനമായിട്ടും പരമ്പരാഗത ചികിത്സാ രീതികളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. ഇതില് ഫസ്റ്റ് വരുന്നത് എന്താണ്? ആയുർവേദ. ആയുർവേദ മീനിങ് എന്താണ്? സയൻസ് ഓഫ് ലൈഫ്. എന്താണ്? ജീവന്റെ ശാസ്ത്രം അല്ലെ? ജീവന്റെ ശാസ്ത്രം എന്നാണ് ആയുർവേദയെ പരാമർശിക്കുന്നത്. System deals with cases, symptoms, diagnosis and treatment based on all aspects of well-being, mental, physical and spiritual. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ആയുർവേദത്തിൽ എന്താണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്? എന്തിനെ കുറിച്ചിട്ടുള്ള ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് പറയുന്നത്? എന്തിനൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ അതിന്റെ രോഗം എന്താണെന്ന് മനസ്സിലാക്കും, അതിന്റെ സിംറ്റംസ് ഡയഗ്നോസ് ചെയ്യും, ട്രീറ്റ്മെന്റ് ചെയ്യും. അതാണ് ആയുർവേദത്തിൽ. ഓക്കെ, വെരി ഗുഡ്. അതായത് ആയുർവേദ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു കാര്യങ്ങളെ എന്താണ് ഒരു എന്താ പറയുന്നത്, ഒരു അടിസ്ഥാനമാക്കിയിട്ടുള്ള ലക്ഷണങ്ങൾ മനസ്സിലാക്കി അതിന്റെ രോഗനിർണയം നടത്തി അതിന്റെ ചികിത്സാ രീതികൾ നിർണ്ണയിക്കുന്ന ഒരു സംവിധാനമാണ് എന്ത്? ആയുർവേദം എന്ന് പറയുന്നത് അല്ലെ? ഏറ്റവും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ എന്താണ് ഏറ്റവും ബെനിഫിറ്റ് ഉള്ള ഒരു ചികിത്സാ രീതിയും കൂടിയാണ് എന്ത്? ആയുർവേദം എന്ന് പറയുന്നത്. എന്താണ്? ബാക്കിയുള്ള സൈഡ് എഫക്ട്സുകളോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒന്നും ശരീരത്തിന് നമുക്ക് ഉണ്ടാകുകയില്ല. ഓക്കെ, പിന്നെന്താണ്?
ആയുർവേദം പക്ഷെ എല്ലാവർക്കും ഒരേപോലെ തന്നെ എന്താണ്, എല്ലാ ശരീരപ്രകൃതിയുള്ളവർക്കും എന്താണ് ഒരേപോലെ തന്നെ പ്രയോജനപ്പെടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ വ്യത്യാസമായിരിക്കും. ചിലർക്ക് എന്താണ് പെട്ടെന്ന് തന്നെ എന്താണ് ഈ ചികിത്സാ രീതിയിലൂടെ രോഗം നിർണ്ണയിക്കാനും പെട്ടെന്ന് തന്നെ അതിന്റെ ചികിത്സാ രീതി തുടങ്ങി അതിന് ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം എന്താണ് അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ചിലരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്നാൽ ചിലപ്പോൾ ഒന്നുകൂടി സമയം എടുത്തിരിക്കാം അല്ലെ, ചിലപ്പോൾ സമയം എടുക്കാം, അല്ലെങ്കിൽ എന്താണ് മാറാതെ തന്നെ വരാം. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇത് പ്രയോജനപ്പെടണമെന്നില്ല. ഓക്കെ, അപ്പൊ ആയുർവേദം എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലാക്കാവുന്ന ഓക്കെ, ശരി. നെക്സ്റ്റ് വരുന്നത് എന്താണ്? യോഗ. Yoga is both science and art that promote healthy living physically, mentally, morally and spiritually. യോഗ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർട്ട് ഓഫ് ലിവിംഗ് ആണ് അല്ലെ, ജീവന കലയാണ് യോഗ എന്ന് പറയുന്നത്. എന്താണ് നമ്മളുടെ മാനസികമായും ശാരീരികമായും ആത്മീയമായിട്ടുള്ള ഒരു കൺട്രോൾ കിട്ടുന്ന ഒരു എന്താണ് ചികിത്സാ രീതി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അല്ലെ. എത്ര പേര് ഇതിൽ യോഗ ചെയ്യുന്നവരുണ്ട്? ആരും തന്നെ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല, യോഗ ഒന്നും ചെയ്യുന്നില്ല അല്ലെ? യോഗ ചെയ്യുന്നില്ല, അല്ലാതെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ വർക്കൗട്ട് ചെയ്യുന്നില്ല. ഓക്കെ, എക്സസൈസുകൾ അല്ലാതെ ചെയ്യുന്നവരുണ്ടോ? ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ചെയ്യുന്നില്ല. ഓക്കെ, എന്തായാലും ചെയ്തവർക്ക് അറിയാം അതിന്റെ എന്താണ് അത് യോഗ എന്നുള്ളത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. അത് ചെയ്തതിലൂടെ നമുക്ക് മനസ്സിന് എന്താണ് ഒരുപാട് റിഫ്രഷ് ആവും നമ്മൾ അല്ലെ. എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കൂടി എന്താണ് ഇപ്പൊ കൈക്ക് ഒരു വേദന വന്നിട്ടുണ്ടെങ്കിൽ കൈയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു എക്സസൈസോ പ്രോസസ്സോ ചെയ്തു തുടങ്ങിയ എന്താണ് അതൊരു 7 ദിവസം നമ്മൾ അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൽ എന്താണ് ഒരുപാട് വ്യത്യാസങ്ങൾ വരും അല്ലെ. അത് എന്താണ് യോഗ എന്ന് പറയുന്നത് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം അതിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പൊ അത് ഏതെല്ലാം രീതിയിൽ ഫിസിക്കലി ആയിട്ടും മെന്റലി ആയിട്ടും മോറലി ആയിട്ടും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എന്താണ് ചികിത്സാ രീതി തന്നെയാണ് എന്താ യോഗ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എന്താ യുനാനി സിസ്റ്റം. Unani system of medicine thrives in promotion of health, prevention of diseases and cure. എന്താണ് യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്? യുനാനി സിസ്റ്റം എന്ന് പറഞ്ഞാല് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് അല്ലെ. ഇത് പഴയൊരു മെത്തേഡാണ് എന്ത് യുനാനി ചികിത്സ എന്ന് പറയുന്നത്. ഏകദേശം 12ാം നൂറ്റാണ്ട് ആ കാലഘട്ടങ്ങളിലെ മുഗൾ ഭരണ കാലഘട്ടങ്ങളിലേക്കാണ് ഈ സിസ്റ്റത്തിന്റെ ഒരു കടന്നുവരവുണ്ടായിരുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചികിത്സാ രീതി പൂർണ്ണമായും നടപ്പിലാക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടില്ലേ യുനാനി എന്താണ്? ഓൾഡസ്റ്റ് മെത്തേഡാണ് കേട്ടോ. അതൊരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള പഴയ ഒരു ചികിത്സാ രീതിയാണ് യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ദക്ഷിണേന്ത്യയിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രചാരത്തില് വന്നിരുന്ന ഒരു പരമ്പരാഗത ചികിത്സാ രീതിയാണ് എന്താ യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വൈദ്യന്മാരുടെ സിദ്ധാന്തങ്ങളിൽ നിന്നുമാണ് എന്താ യുനാനി സിസ്റ്റം ഉടലെടുത്തിരിക്കുന്നത്. പിന്നീട് അറബികൾ ഇതിനെ കൂടുതലായിട്ട് പഠനങ്ങൾ നടത്തി അവർ അവരുടേതായ ഒരു രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. പ്രധാനമായിട്ടും ഈ സിസ്റ്റത്തില് 4 സ്രവങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ശരീരത്തിലെ 4 സ്രവങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് എന്ത് യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്. അറബി പണ്ഡിതന്മാർ ഇതിനെ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നാൽ അവർ ആ സ്രവങ്ങളെ സൂചിപ്പിക്കുന്നത് അവരുടേതായ രീതിയിലുള്ള പദങ്ങളിലൂടെയാണ്. ആ 4 സ്രവങ്ങൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കാട്ടോ. നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ആ 4 സ്രവങ്ങൾ ഏതൊക്കെയാണ്? ബൽഗാം, ദാം, സഫ്രാം, സൗദി എന്നീ 4 സ്രവങ്ങളെ ആധാരമാക്കിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് യുനാനി സിസ്റ്റം. ഇതൊക്കെ എന്താ അറബിക്കായിട്ടുള്ള പദങ്ങളാണ് അല്ലെ. മനുഷ്യ ശരീരത്തിലെ ഏതാനും സ്രവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വ്യത്യസ്ത തരം പദങ്ങളാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പൊ ഈ സ്രവങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് എന്ത് യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ രോഗങ്ങളുടെ ചികിത്സ നൽകുന്ന ഒരു ചികിത്സാ രീതിയാണ് എന്ത് യുനാനി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ത്വക്ക്, കരള്, അതുപോലെ തന്നെ പ്രത്യുത്പാദന വ്യവസ്ഥകൾ തുടങ്ങിയവയ്ക്ക് ബന്ധപ്പെട്ട ചികിത്സകൾ നൽകുന്ന രീതിയാണ് എന്ത് യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊരു എന്താണ് ഓൾഡസ്റ്റ് മെത്തേഡാണ്. പ്രധാനമായും 4 സ്രവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് യുനാനി സിസ്റ്റം ചികിത്സാ രീതികൾ നടത്തി പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് അത് അറിയാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ് സിദ്ധ സിസ്റ്റം.
ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. കുറെ സിദ്ധവൈദ്യന്മാരെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ നമ്മള്? സിദ്ധവൈദ്യന്മാരെ ആരെങ്കിലും അറിയോ? സിദ്ധന്മാരെ നമ്മൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട് മിസ്. കേട്ടിട്ടുണ്ട്. കള്ളത്തരം കാണിച്ച് ചികിത്സ നടത്തുന്ന കുറെ ആൾക്കാരും ഉണ്ടല്ലേ. നേരായ വഴിയിലല്ലാതെ എന്താണ് മോശമായ രീതിയിൽ എന്താണ് മരുന്നുകളൊക്കെ അങ്ങനെ ക്രമക്കേടുകൾ നടത്തി ചികിത്സ നടത്തി വരുന്ന ഒരു വിഭാഗവും ഉണ്ടെന്ന് ഇതിന് പുറകെ ഉണ്ട്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, നമുക്കത് എന്താണെന്ന് നോക്കാം. The Siddha system attempts to define diseases as a condition in which the normal equilibrium of the 5 elements in human beings that result in different forms of discomfort. എന്താണ് സിദ്ധ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ സിസ്റ്റം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും തമിഴ്നാട്ടിലാണ് ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച ഒരു ചികിത്സാ രീതിയാണ് എന്ത്? സിദ്ധ സിസ്റ്റം. അവിടെയാണ് ഇത്തരത്തിലുള്ള വൈദ്യന്മാരും ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നത്. ഒരു പ്രത്യേക ചികിത്സാ രീതിയിലൂടെയാണിത് അവർ രോഗനിർണയം നടത്തുന്നതും അതിന്റെ ചികിത്സാ രീതികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന്റെ ഫാദറായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ സിദ്ധവൈദ്യന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായിട്ട് കണക്കാക്കുന്നത് അഗസ്ത്യരെയാണ് കേട്ടോ. അഗസ്ത്യൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? അഗസ്ത്യരെയാണ് സിദ്ധവൈദ്യത്തിന്റെ സ്ഥാപിതനായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ ഓരോ ഗ്രന്ഥങ്ങളും നിർണയിച്ചിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും അഗസ്ത്യ മുനിയാണ്. അതുപോലെ തന്നെ എന്താണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? തമിഴ് ഭാഷയിലാണ് സിദ്ധമൂല ഗ്രന്ഥങ്ങളൊക്കെ രചിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി പ്രധാനമായിട്ടും 5 എലമെന്റ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ 5 എലമെന്റ്സ് ഏതൊക്കെയാണ്? വായു, ജലം, അഗ്നി, പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ 5 എലമെന്റ്സ്? ഇതിൽ വാദം എന്ന് പറയുന്നത് വായുവിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പിത്തം എന്ന് പറയുന്നത് അഗ്നിയെ സൂചിപ്പിക്കുന്നു. കഫം എന്ന് പറയുന്നത് ജലത്തെ സൂചിപ്പിക്കുന്നു. അപ്പോ ഈ അവസ്ഥകളില് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ അവസ്ഥകളിലെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു. അതായത് ഈ അവസ്ഥകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് എന്ത്? സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഈ ശ്രവങ്ങളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും സന്തുലിതാവസ്ഥയോ തകരാറോ വീക്ഷിച്ച് ശാരീരിക പ്രവർത്തനങ്ങളില് മനസ്സിലാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് എന്ത്? സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നേച്ചുറോപ്പതി, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നേച്ചുറോപ്പതി. എന്താണ്? പ്രകൃതി ചികിത്സകൾ അല്ലെ. ഓക്കെ, ഇന്ന് ഇന്ത്യയിൽ ഏതൊക്കെ പ്രകൃതി ചികിത്സകൾ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? കേൾക്കുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, നേച്ചുറോപ്പതി അതായത് പ്രകൃതി ചികിത്സ believes that all diseases arise owing to accumulation of morbid matter in the body and if scope is given for its removal, it provides cure or relief. എന്താണ് പ്രകൃതി ചികിത്സ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ജീവൽ ശക്തി എന്ന ഒരു വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് എന്ത്? പ്രകൃതി ചികിത്സ. ഇറ്റ്സ് റിലേറ്റഡ് ടു നേച്ചർ അല്ലെ. പ്രകൃതിയുമായി ഇഴകിച്ചേർന്ന് കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് എന്ത്? നേച്ചുറോപ്പതി എന്ന് പറയുന്നത് അല്ലെ. നമ്മൾക്ക് ആയുർവേദം പോലെ തന്നെ എന്താണ് ഹെൽത്തിന് വേറെ സൈഡ് എഫക്ട്സുകളൊന്നും ഇല്ലാത്ത ഒരു ചികിത്സാ രീതിയാണ് എന്ത്? പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും എന്തെല്ലാം ചികിത്സകളാണ് നേച്ചുറോപ്പതിയിൽ വരുന്നത്? ജലചികിത്സ, സൂര്യചികിത്സ, മണ്ണു ചികിത്സ തുടങ്ങി നിരവധി ചികിത്സാ രീതികള് ഈ ചികിത്സാ സമ്പ്രദായത്തില് ഉൾപ്പെടുന്നുണ്ട്. അപ്പോ 5 സിസ്റ്റംസ് ആണെന്ന് നമ്മളുടെ പരമ്പരാഗതമായ ആരോഗ്യ സംരക്ഷണത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിൽ വരുന്ന ചികിത്സാ രീതികൾ ഏതൊക്കെയാണ്? ആയുർവേദ, യോഗ, യുനാനി സിസ്റ്റം, സിദ്ധ സിസ്റ്റം ആൻഡ് നേച്ചുറോപ്പതി. അപ്പൊ ഇതെന്തെല്ലാം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പോകുന്നത് മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം ഇന്ത്യ. എന്താണ് മോഡേൺ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്?
ആധുനിക ആരോഗ്യ സംരക്ഷണ സംവിധാനം. ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? The modern healthcare system India's includes a public sector, private sector and an informal network of care providers. എന്താണ് ആധുനിക ആരോഗ്യ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അതിൽ സ്വകാര്യ മേഖലയും അതുപോലെ തന്നെ എന്താണ് പൊതുമേഖലയും അതുപോലെ തന്നെ പരിചരണദാതാക്കളും. ഇൻഫോർമൽ നെറ്റ്വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിചരിക്കുന്ന മറ്റു വിഭാഗങ്ങൾ ഇനി ഉൾപ്പെടുന്നതാണ് എന്ത്? മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്. അലോപ്പതി അല്ലെ, അലോപ്പതിക് എന്ന് വെച്ചാൽ എന്താണ്? മോഡേൺ ഹെൽത്ത് കെയർ ആണ് കേട്ടോ. അപ്പൊ ഇത് ആരൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്? മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ ആൻഡ് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. സ്വകാര്യ മേഖലയുണ്ട്, പൊതുമേഖലയുണ്ട്, അതുപോലെ തന്നെ എന്താണ്? പരിചരണദാതാക്കൾ. കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിചരണദാതാക്കൾ, മറ്റു വിഭാഗക്കാർ, അതായത് ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു വർക്കേഴ്സിനെയാണ് ഇത് പറയുന്നത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ പ്രധാനമായിട്ടും 3 ഫേസസുകളാണ് ഉള്ളത്. ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. അതിന് 3 ഡിസ്ട്രിക്ട് ഫേസുകളാണ് ഉള്ളത്. ഇതിലെ ഫസ്റ്റ് ഫേസ് വരുന്നത് എന്താണ്? The initial phase of 1947 to 1983. The second phase എന്താണ്? In the second phase of 1983 to 2000. The third phase എന്താണ്? The third phase post 2000. അപ്പൊ ഈ 3 കാലഘട്ടങ്ങളിൽ 3 ഫേസസിലാണ് നമ്മുടെ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട മാറ്റങ്ങളും അതിന്റെ വിവരണങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ആദ്യത്തെ ഫേസ് എന്താണെന്ന് നോക്കാം. In the initial phase of 1947 to 1983, 1947 മുതൽ 83 വരെയുള്ള കാലഘട്ടമാണ് എന്ത്? ഇനീഷ്യൽ ഫേസ് അഥവാ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത്. ഇതില് പ്രധാനമായും എന്തൊക്കെ കാരണങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. Health policy was taught to be based on 2 broad principles. ഈ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്, ആദ്യത്തെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് ഒരു പ്രധാന 2 പ്രിൻസിപ്പിൾസ്, 2 തത്വങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അത് ഏതൊക്കെ തത്വങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് no one should be denied healthcare because of the lack of pay. Then the second one, it was a moral duty of the state to provide healthcare to the people. This face so moderate achievements. എന്താണ് ഫസ്റ്റ് വരുന്നത്? എന്താണ് ഫസ്റ്റ് പോയിന്റ്? എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? no one should be denied healthcare because of the lack of pay. എന്താണ്? ആരും തന്നെ പണമില്ലാത്തതിനാൽ എന്താണ് ആരോഗ്യ പരിരക്ഷ ആർക്കും തന്നെ നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നതാണ് എന്ത് ആദ്യത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? എന്താണ്? പണമില്ലാത്തതിനാൽ ആർക്കും തന്നെ ആരോഗ്യ പരിരക്ഷ ഇല്ലാതാവാൻ പാടില്ല, ആരോഗ്യ പരിരക്ഷ കിട്ടാതിരിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് എന്ത് ആദ്യത്തെ പ്രിൻസിപ്പിളിൽ വരുന്നത്. സെക്കൻഡ് എന്താണ്? ഇറ്റ് വാസ് ദ മോറൽ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ്. അല്ലെ, എന്താണ്? മോറൽ ഡ്യൂട്ടിയാണ്, ഓരോ സംസ്ഥാനത്തിന്റെയും ഡ്യൂട്ടിയാണ് എന്ത് ആരോഗ്യ പരിരക്ഷണം. ഓരോ സംസ്ഥാനങ്ങളുടെയും ഡ്യൂട്ടിയാണ്, ഓരോ സംസ്ഥാനത്തിലുള്ള ആളുകളുടെ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് എന്താണ് ആ സംസ്ഥാനത്തിന്റെ മോറൽ ഡ്യൂട്ടിയാണ്. അല്ലെ, അവരുടെ ഓരോ സംസ്ഥാനത്തിന്റെയും ഹെൽത്ത് കെയറിലുള്ള ആളുകളുടെ എന്താണ് ഉത്തരവാദിത്തമാണ്. അല്ലെ, അപ്പൊ ഈ 2 പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ആദ്യത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ആദ്യത്തെ ഇനീഷ്യൽ ഫേസ് വരുന്നത്. 1947 മുതൽ 1983 വരെയുള്ള കാലഘട്ടമാണ് എന്താണ് ഫസ്റ്റ് ഫേസ്, ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും 2 പ്രിൻസിപ്പിളിനെ ആധാരമാക്കിയാണ്. ഏതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിള്? no one should be denied healthcare because of the lack of pay. ആരും തന്നെ എന്താണ് പണമില്ലാത്തതിനാൽ ആർക്കും തന്നെ ആരോഗ്യ പരിരക്ഷ കിട്ടാതാവരുത്. അതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. സെക്കൻഡ് വൺ എന്താണ്? ഇറ്റ് വാസ് എ മോറൽ ഡ്യൂട്ടി ഓഫ് ദി സ്റ്റേറ്റ് ടു പ്രൊവൈഡ് healthcare to the people. This face so moderate achievements. എന്താണ് ഓരോ സംസ്ഥാനത്തിന്റെയും ഉത്തരവാദിത്തമാണ് അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലാണ് എന്താ ഈ ചേഞ്ചസ്, രണ്ടാമത്തെ പ്രിൻസിപ്പിളിൽ കുറച്ചുകൂടി എന്താണ് ഒരുപാട് അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങൾ ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആദ്യത്തെ ഫേസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മള്
സെക്കൻഡ് ഫേസ് എന്താന്ന് നോക്കാം. ഇൻ ദ സെക്കൻഡ് ഫേസ് ഓഫ് 1983 to 2000, 83 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, എ നാഷണൽ ഹെൽത്ത് policy was proclaimed for the first time in 1983, which Miss- pronounced clearly in the ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, ചോദിച്ചോട്ടെ. മിസ്, നാച്ചുറോപ്പതി പറഞ്ഞ ആയുഷ് ആണെന്ന് പറഞ്ഞല്ലേ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ? ഈ ആയുഷ് എന്ന് പറയുന്നത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഷോർട്ട് ഫോം ആണോ, അതോ നാച്ചുറോപ്പതി ഇനിയൊരു വേർഡാണോ ആയുഷ്? നേച്ചുറോപ്പതിയിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അല്ല നമുക്കിപ്പോ ആയുർവേദ, യോഗ, യുനാനി ഇതിനെല്ലാത്തിനെയും ഷോർട്ട് ഫോം പോലെ ഫീൽ ചെയ്യുന്നത്, അതുകൊണ്ട് ചോദിച്ചാ. ഓക്കെ ഓക്കെ, അതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി തരാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ടിരുന്നത് സെക്കൻഡ് ഫേസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ 1983 തുടങ്ങി 2000 വരെയുള്ള കാലഘട്ടത്തിൽ എന്താണ് ഒരു ഹെൽത്ത് പോളിസി, നാഷണൽ ഹെൽത്ത് പോളിസി, അതായത് ദേശീയ ആരോഗ്യ നിയമം, ഒരു നയം കൊണ്ടുവരികയുണ്ടായിരുന്നു. ഏത് കാലഘട്ടത്തില്? 1983 അത് കൊണ്ടുവന്നത്. എന്താണ് അതിൽ പ്രധാനമായും പറയുന്നത്? വിച്ച് പ്രൊനൗൺസ് ക്ലിയർലി ദ നീഡ് ടു എൻകറേജ് പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ് ഇൻ ഹെൽത്ത് കെയർ സർവീസ് ഡെലിവറി. അതായത് ഈ നയം, നാഷണൽ ഹെൽത്ത് പോളിസി കൊണ്ടുവന്നത് എന്താണ്? അതായത് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സിനെ, അതായത് പൊതു സംരംഭകരെ എന്താണ് ഹെൽത്ത് കെയർ സർവീസിലെ ഡെലിവറിയിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവന്ന, അവരുടെ ഇനീഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുവന്ന കാലഘട്ടമാണ് എന്ത് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. Then the policy also intensified the access to publicly funded primary health care. എന്താണ് ദേശീയ ആരോഗ്യ പരിപാടികൾ വഴി ഗ്രാമപ്രദേശങ്ങളുടെ, അതായത് ഗ്രാമപ്രദേശങ്ങളുടെ ആരോഗ്യ സംരക്ഷണം എന്താണ് കൂടുതൽ ഫലപ്രദമാക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് സെക്കൻഡ് ഫേസ് പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. Then facilitating expansion of health facilities in rural areas through national health programs. എന്താണ് ഗ്രാമപ്രദേശങ്ങളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ പൊതുധനസഹായം നൽകേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ഈ സെക്കൻഡ് ഫേസസിലാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഒരു നാഷണൽ ഹെൽത്ത് പോളിസി കൊണ്ടുവരുന്നത് 1983 തുടങ്ങി 2000 ആ കാലഘട്ടത്തിലാണ്. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ദേശീയ ആരോഗ്യ പരിപാടികള് ഗ്രാമപ്രദേശങ്ങളെ, അതായത് ആ ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സൗകര്യങ്ങൾ വിപുലീകരിക്കുക എന്ന രീതിയിലാണ് ഈ സെക്കൻഡ് ഫേസില് പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് ഫേസ് എന്താണ്? ദ തേർഡ് ഫേസ് പോസ്റ്റ് 2000, 2000 ശേഷമുള്ള കാലഘട്ടം. ഓക്കെ, എന്തൊക്കെയാണ് 2000 ശേഷമുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്ന മാറ്റങ്ങൾ? ഇത് നമ്മൾ നോക്കിയാല് ഓരോ ഫേസസ് വരുമ്പോൾ എന്താണ് ഓരോ ചേഞ്ചസ് വരുന്നുണ്ട് അല്ലെ. ആദ്യം എന്താണ് ഒരു പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഫസ്റ്റ് ഫേസിൽ വരുന്നത്. ആ രണ്ട് പ്രിൻസിപ്പളിലും എന്താണ് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ദെൻ സെക്കൻഡ് ഫേസ് വന്നപ്പോൾ എന്താണ് കൂടുതൽ മാറ്റങ്ങൾ അവിടെയും വന്നു. എന്താണ് കൂടുതലും റൂറൽ ഗ്രാമപ്രദേശങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ചികിത്സകൾ വിപുലീകരിക്കുന്ന രീതിയിലാണ് സെക്കൻഡ് ഫേസസിൽ വരുന്നത്. തേർഡ് ഫേസ് എന്ന് പറയുന്നത് 2000 ശേഷം പിന്നെ എന്തെല്ലാം മാറ്റങ്ങളാണെന്ന് നമുക്ക് നോക്കാം. വിറ്റ്നസിംഗ് a further shift and widening of focus, the current phase addresses main issues such as public-private partnership, liberalization of insurance sector, and the government as a financier. ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അതായത് 2000 ശേഷം ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്? ഫർദർ ഷിഫ്റ്റ് ആൻഡ് വൈഡനിങ് അല്ലെ. കൂടുതൽ മാറ്റത്തിനും ആരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധാകേന്ദ്രവുമായിട്ടാണ് എന്ത് ഈ തേർഡ് ഫേസ് വന്നിരിക്കുന്നത്. നിലവിലെ ഘട്ടം എന്താണ്? പൊതു സ്വകാര്യ പങ്കാളിത്തം, അതുപോലെ തന്നെ എന്താണ് ഇൻഷുറൻസ് മേഖലയുടെ ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ. ഇൻഷുറൻസ് മേഖല കൂടുതൽ ലിബറലൈസ് ആക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് എന്ത് തേർഡ് ഫേസ് എന്ന് പറയുന്നത്. മാത്രവുമല്ല the government as a financier. എന്താണ് ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ എന്ന് പറഞ്ഞാൽ എന്താണ്? ധനസഹായം എന്ന നിലയില് സർക്കാർ പ്രധാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഭാഗമായിട്ടാണ് അവിടെ ഗവൺമെന്റിനെ നമ്മൾ ഈ തേർഡ് ഫേസിൽ പറയുന്നത്.
ഇതിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായി. ആരോഗ്യ മേഖലയില് ഫർദർ ആയിട്ടുള്ള ചേഞ്ചിങ് ഉണ്ടായി, കൂടുതൽ മാറ്റത്തിന് ഉണ്ടായി. അതുപോലെ തന്നെ എന്താണ്, നിലവിലെ ഘട്ടം ആരുടെയൊക്കെ കയ്യിലായി? പൊതു സ്വകാര്യ പങ്കാളിത്തത്തിനും അതുപോലെ തന്നെ എന്താണ്, ഇൻഷുറൻസ് മേഖലയെ കൂടുതൽ ലിബറലൈസ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്ത്, തേർഡ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് ഫേസ് പോസ്റ്റ് 2000 ആണ്, 2000-ന് ശേഷമുള്ള കാലഘട്ടമാണ്. ഓക്കെ, അപ്പൊ 3 ഫേസും ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? 3 ഫേസിൽ ആദ്യത്തെ എന്താണ്? ആ ഓരോ ഫേസിന്റെ 2000-ന് ശേഷം ഒന്നും കൂടെ പറയാവോ? ഓക്കെ, പറയാലോ. സെക്കൻഡ് ഫേസ് ഒന്നും കൂടി പറയണേ. ശ്രദ്ധിച്ചിരിക്കണേ. നാഷണൽ ഹെൽത്ത് പോളിസി വാസ് പ്രൊക്ലൈംഡ് ഫോർ ദ ഫസ്റ്റ് ടൈം 1983. ഒരു നാഷണൽ നയം, ഒരു ദേശീയ ആരോഗ്യ പോളിസി കൊണ്ടുവന്നത് എന്നാണ് 1983-ലാണ് അത് കൊണ്ടുവന്നത്. അതിന്റെ ഉദ്ദേശം എന്താണ്? വിച്ച് പ്രൊനൗൺസ് ക്ലിയർലി നീഡ് ടു എൻകറേജ്, ആരെ എൻകറേജ് ചെയ്തുകൊണ്ടിട്ടാണ്? പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സിനെ എവിടേക്ക് കൊണ്ടുവരാനായിട്ട്? ഹെൽത്ത് കെയർ സർവീസ് ഡെലിവറിയിലേക്ക് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സിനെ കൂടിയിട്ട്, അതായത് പൊതു സംരംഭകരെ കൂടിയിട്ട് ഹെൽത്ത് കെയർ സർവീസിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ പോളിസിയിലൂടെ കൂടുതലും അവര് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, എന്തിന്റെ വികസനമാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്? ഗ്രാമപ്രദേശങ്ങളിലേക്ക്. പോളിസി ആൽസോ ഇന്റൻസിഫൈ ദ ആക്സസ് ടു പബ്ലിക്ലി ഫണ്ടഡ് പ്രൈമറി ഹെൽത്ത് കെയർ. അതായത് എന്താണ് പറയുന്നത്? ദേശീയ ആരോഗ്യ പരിപാടികൾ വഴി ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സംരംഭങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ സൗകര്യങ്ങളെ വിപുലപ്പെടുത്തുക എന്നതാണ് ആ നയം, നാഷണൽ ഹെൽത്ത് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സൗകര്യങ്ങളെ വിപുലീകരിക്കുക. മാത്രമല്ല എന്താണ്? പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിന് പൊതുധനസഹായം നൽകേണ്ടതിന്റെ ആവശ്യകതയും വ്യക്തമാക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ത്? 1983 തുടങ്ങി 2000 വരെയുള്ള. നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. എന്നാണ് പോളിസി ഫോം ചെയ്തത്? നാഷണൽ ഹെൽത്ത് പോളിസി ഫോം ചെയ്തത് 1983 തുടങ്ങി 2000 വരെയുള്ള കാലഘട്ടത്തിലാണ്. ആരെ പറ്റിയിട്ടാണ്? ആരെ കൊണ്ടുവരാൻ, ആർക്ക് ഇനീഷ്യേറ്റീവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്? എൻകറേജ് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവിന് ഹെൽത്ത് സർവീസ് ഡെലിവറിയിലേക്ക് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ എന്താണ്, ഗ്രാമങ്ങളിലെ ആശുപത്രികൾ അല്ലെങ്കിൽ ഗ്രാമ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കൂടുതൽ വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് ആണ് എന്ത് പറയുന്നത്? സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നന്നായി വായിച്ചു നോക്കിയാൽ മതി, മനസ്സിലാവും കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് നമുക്ക് നോക്കാം. ആരാണ് ചോദിച്ചത് ഇപ്പോ? തേർഡ് ഫേസ് നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോ? എന്താണ്, തേർഡ് ഫേസസിലാണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത് കേട്ടോ. ആരോഗ്യ മേഖലയില് തേർഡ് ഫേസസിലാണ്, 3-ാം ഘട്ടത്തിലാണ്, അതായത് 2000-ന് ശേഷമുള്ള ഘട്ടത്തിലാണ് ഒരുപാട് മാറ്റങ്ങൾ നടന്നത്. വിറ്റ്നസിംഗ് എ ഫർദർ ഷിഫ്റ്റ് ആൻഡ് വൈഡനിങ് ഓഫ് ഫോക്കസ്. കറന്റ് ഫേസ് എന്താണ് അഡ്രസ് ചെയ്യുന്നത്? മെയിൻ ഇഷ്യൂസ് സച്ച് ആസ് public private partnership, liberalization of insurance sector and the government as a financier. എന്താണ് നിലവിലെ ഘട്ടം? പൊതു സ്വകാര്യ പങ്കാളിത്തം, ഇൻഷുറൻസ് മേഖലയുടെ താൽവൽക്കരണം എന്ന രീതിയിലാണ് എന്ത് തേർഡ് ഫേസിൽ പ്രധാനമായും വരുന്നത്. പിന്നെ അതുപോലെ ഗവൺമെന്റ് അവിടെ എന്തായിട്ടാണ് പ്രവർത്തിക്കുന്നത്? ധനസഹായം എന്ന നിലയിൽ ഒരു പ്രധാന പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് അവിടെ ഗവൺമെന്റ് പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. അവിടെ പ്രധാനമായിട്ടും ഇൻഷുറൻസ് കാലഘട്ടം ലിബറലൈസ് ചെയ്തത് ഏത് കാലഘട്ടത്തിലാണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അവിടെ വരാൻ പോകുന്നത് കേട്ടോ. തേർഡ് ഫേസിലാണ് അത് നടക്കുന്നത്. ഓക്കെ, തേർഡ് ഫേസിലാണ് ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് ഇൻഷുറൻസ് ഉദാരവൽക്കരിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ തേർഡ് ഫേസ് ഓഫ് പോസ്റ്റ് 2000 എന്ന ആൻസറിലേക്ക് എത്താം. ഓക്കെ, ഇനി ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ റൂറൽ ഏരിയാസ് ബീൻ ഡെവലപ്ഡ് ആസ് 3-tier സിസ്റ്റം. നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്ന എന്തിനെ കുറിച്ചിട്ടാണ്? ഹെൽത്ത് കെയർ സിസ്റ്റം കാറ്റഗറൈസ് ചെയ്തിട്ട് ഇതിന് 3 ഫേസസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലെ. ഏതൊക്കെ ഫേസസ് ആയിരുന്നു? ഇനീഷ്യൽ ഫേസ് പറഞ്ഞു, സെക്കൻഡ് ഫേസ് പറഞ്ഞു, തേർഡ് ഫേസ് പറഞ്ഞു. ഈ ഓരോ കാലഘട്ടങ്ങളിലും എന്താണ് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ആരോഗ്യ സംരക്ഷണ മേഖലയെ നമ്മൾ ഒരു 3-tier സിസ്റ്റം ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തില്
ഹെൽത്ത് കെയർ സിസ്റ്റത്തെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നു. അത് ഏതൊക്കെയാണ്? സബ് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. അതായത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തില് നമ്മളുടെ ആരോഗ്യ സംരക്ഷണ മേഖലയെ 3ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഒരു 3 ടയർ സിസ്റ്റം. ഇത് ഇമ്പോർട്ടന്റ് സിസ്റ്റം ആണ്. ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഭാഗം, കോർ ഏരിയ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഇതില് ഫസ്റ്റ് വരുന്നതാണ് എന്താ? സബ് സെന്റേഴ്സ്. സബ് സെന്റേഴ്സ് എന്താണ്? ഉപകേന്ദ്രങ്ങൾ. In rural areas, health sub-centers make up institutional basis of primary care. എന്താണ്? പ്രാഥമിക എന്താണ് സബ് സെന്റേഴ്സ് എന്ന് പറയുന്നത്? എന്താണ്? പ്രാഥമിക ആരോഗ്യം, നമ്മുടെ പ്രധാനപ്പെട്ട ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ നിറവേറ്റുന്ന ഒരു സെന്റേഴ്സ് ആണ് എന്ന് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ത്? പ്രൈമറി സെന്റേഴ്സ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. It typically perform basic medical services, immunization and referrals. Sub-centers are usually temporary structures. ഇനി ഈ സബ് സെന്റേഴ്സില് പ്രധാനമായിട്ട് എന്തെല്ലാം ഡ്യൂട്ടീസ് ആണ് അവർ പെർഫോം ചെയ്യുന്നത്? മെഡിക്കൽ സർവീസസ്, അതുപോലെ എന്താണ്? ഇമ്മ്യൂണൈസേഷൻ ആൻഡ് റെഫറൻസ്. ഇമ്മ്യൂണൈസേഷൻ എന്താണ്? പ്രതിരോധ കുത്തിവെപ്പുകൾ, അതുപോലെ തന്നെ എന്താണ്? ആരോഗ്യ സേവനങ്ങളും റെഫറൻസും. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? സബ് സെന്റേഴ്സ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്. Okay, sub-centers are usually temporary structure, employing 1 to 2 care workers in most locations. ഇതെന്താണ്? സബ് സെന്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് കേട്ടോ. അതിൽ എത്ര എംപ്ലോയീസ് ഉണ്ടാവും? 1 മുതൽ 2 വരെ വർക്കേഴ്സ് മാത്രമേ എന്തിലുണ്ടാവുള്ളൂ? സബ് സെന്റേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഈ സബ് സെന്റേഴ്സ് is supposed to provide indispensable for up to 5,000 individuals. 5,000 individuals. The sub-centers are complemented by community health workers under the supervision of sub-centers. അതായത് ഈ സബ് സെന്ററുകളിൽ 1-2 വർക്കേഴ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 1-2 പ്രവർത്തകർ മാത്രമേ, ആരോഗ്യ പ്രവർത്തകർ മാത്രമേ സബ് സെന്റേഴ്സിൽ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ എന്താണ്? 5000 പേർക്ക്, 5000 ഇൻഡിവിജ്വൽസിന് എന്താണ്? 5000 പേരെ പരിചരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവും സബ് സെന്റേഴ്സുകളിൽ ഉണ്ടാകും. സബ് സെന്റേഴ്സ് ആർ കോംപ്ലിമെന്റഡ് ബൈ ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് സബ് സെന്റേഴ്സ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിന്റെ കീഴിലാണ് എന്ത്? സബ് സെന്റേഴ്സുകൾ പ്രവർത്തിക്കുന്നത്. എന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിന്റെ കീഴിലാണ് സബ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ആരോഗ്യ മേഖലയിലെ ആദ്യത്തെ ഒരു എന്താണ്? ഹെൽത്ത് കെയർ ആദ്യത്തെ ഒരു സംവിധാനമാണ് എന്ത് പറയുന്നത്? സബ് സെന്റേഴ്സ് അഥവാ ഉപകേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇതൊരു ടെമ്പററി പൊസിഷൻ ആണ്. ഇവിടെ 1-2 വർക്കേഴ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് മാത്രമല്ല എന്താണ്? 5000 പേരെങ്കിലും പരിചരിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആണ് സബ് സെന്റേഴ്സിനെ എന്താണ് കൈകാര്യം ചെയ്യുന്നത്, സൂപ്പർവിഷൻ ചെയ്യുന്നത് കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, PHC. ഇതിന്റെ എക്സ്പാൻഷൻ ഒക്കെ നമ്മൾ നോക്കി പോകുന്നു കേട്ടോ. എന്താണ്? PHC are usually small 1 to qualified doctors and 40 paramedicines and support staff. PHC is typically a referral unit for sub-centers cluster of about 6. എന്താണ്? PHC എന്ന് പറയുന്ന ഒരു സ്മോൾ യൂണിറ്റ് ആണ് അല്ലെ. യൂഷ്വലി സ്മോൾ, അതായത് 1-2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ഏകദേശം 5 ബെഡ്സ് ആയിരിക്കും പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ ഉണ്ടായിരിക്കുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളില് എന്താണ്? 1-2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ്? 14 പാരാമെഡിസിൻ സപ്പോർട്ട് സ്റ്റാഫുകൾ ഉണ്ടാകും. അതുപോലെ എന്താണ്? PHC is typically referral unit for a sub-center cluster above 6. എന്താണ്?
PHSC എന്ന് പറയുന്നത് സബ് സെന്റേഴ്സിന്റെ ഒരു ചെറിയൊരു കൂട്ടമാണ് കേട്ടോ. ചെറിയൊരു സെന്റർ ആണ് എന്ന് പറയുന്നത് PHSC എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ ആർ ഇൻചാർജ് ഓഫ് 6 സബ് സെന്റേഴ്സ് ഈച്ച്. പ്രൈമറി ഹെൽത്ത് കെയറിന്റെ ഇൻചാർജ്, സബ് സെന്റേഴ്സിന്റെ ഇൻചാർജ് നടത്തുന്നത് ആരാണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. ഓരോ ഉപകേന്ദ്രങ്ങളുടെയും ഇൻചാർജസ്, അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സുകളാണ്. നമ്മൾ ആദ്യം പറഞ്ഞ സബ് സെന്റേഴ്സിന്റെ ഓരോ കാര്യനിർവഹണങ്ങളും നടത്തുന്നത് ആരാണ്? എത്രത്തോളം? 5 സബ് സെന്റേഴ്സിന്റെ കാര്യനിർവഹണം നടത്തുന്നത് ആരാണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. ഓക്കെ, In addition to outpatient treatment, most PHSC facilitate inpatient treatment with 4 to 6 beds. As per the plan, PHC service 30,000 people. എന്താണ്? സബ് സെന്റേഴ്സിന്റെ അതായത് ഔട്ട്പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ എന്താണ് ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റും എവിടെ നടത്തപ്പെടുന്നുണ്ട്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ നടത്തപ്പെടുന്നുണ്ട്. ഏകദേശം 6 ബെഡ്സത്തോളം 6 ബെഡുകളൊക്കെയാണ് എവിടെയുള്ളത്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ ഉണ്ടാവുന്നത്. പിന്നെ മാത്രവുമല്ല എന്താണ് 30,000 പേരെങ്കിലും ചികിത്സിക്കാനുള്ള ഒരു സംവിധാനം എവിടെയുണ്ട്? 30,000 വരെ ആൾക്കാരെ ചികിത്സിക്കാനുള്ള സംവിധാനം പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. The secondary sector of the Indian healthcare system contains rural hospitals and community health centers serving 4 PHSC. The CHSC specialized medical services are meant for 120,000 people. Community healthcare centers are supposed to have at least 30 beds, an operation theatre, a laboratory, X-ray facilities, as well as team of 4 medical specialists. ഇനി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുന്നത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്ന ഒരു സെക്കൻഡറി സെക്ടർ ആണ് അല്ലെ, ഒരു ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണത് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെന്റർ, CHC എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് എന്തിനൊക്കെയാണ്? റൂറൽ ഹോസ്പിറ്റൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത്, അതായത് ഗ്രാമീണ ആശുപത്രികളും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറിന്റെയും സേവനമാണ് എന്ന് നൽകുന്നത് കമ്മ്യൂണിറ്റി സെന്റേഴ്സ് കൊടുക്കുന്നത്. പ്രധാനമായിട്ട് എന്തിനാണ്? ഗ്രാമീണ ആശുപത്രികളുടെ സേവനവും അതുപോലെ തന്നെ എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് മേഖലയുടെയും സേവനം നൽകുന്നത് എവിടെയാണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിലാണ്. ഓക്കെ, CHSC 4 PHSCകളിൽ സേവനം നൽകുന്നു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് 4 പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സുകളിലും സേവനം നൽകുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് 6 സബ് സെന്റേഴ്സിനാണ് എന്ത് കൊടുക്കുന്നത്? അവരുടെ സേവനങ്ങൾ നൽകുന്നതും. അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ എന്താണ്? 4 PHSC, അതായത് കമ്മ്യൂണിറ്റി സെന്റേഴ്സ് 4 പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന് സേവനം നൽകുന്നു. ഇനി CHCയുടെ പ്രത്യേക മെഡിക്കൽ സേവനങ്ങൾ ഏകദേശം എത്രത്തോളം എത്രത്തോളം ആളുകൾക്ക് വേണ്ടിയിട്ടാണ്? 1,20,000 പേരെങ്കിലും ചികിത്സിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ എവിടെയുണ്ട്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ ഉണ്ട്. ഓക്കെ, മാത്രമല്ല ഏകദേശം 30 ബെഡ്സുകളും 30 കിടക്കകളും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറി, X-ray facilities, then as well as a team of 4 medical specialists. 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകളുടെ പ്രഗത്ഭരായ 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകളുടെ സേവനവും എവിടെ വരുന്നുണ്ട്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ വരുന്നുണ്ട്. ഓക്കെ, നമ്മളിത് എന്തിന്റെ ബേസിസിലാണ് തരംതിരിച്ചിരിക്കുന്നത്? എന്തിന്റെ ബേസിസിലാണ്? ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ഹെൽത്ത് കെയർ സർവീസസിനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. പ്രധാനം ഫസ്റ്റ് വരുന്നതാണ് എന്ത്? സബ് സെന്റേഴ്സ്, സെക്കൻഡ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്.
ഈ മൂന്ന് സംവിധാനങ്ങളിലൂടെയാണ് നമ്മുടെ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ഓരോ പ്രോസസ്സിങ്ങും ഓരോ രീതികളും ഓരോ ആരോഗ്യത്തിന് ചികിത്സാ രീതികൾക്ക് ആവശ്യമായിട്ടുള്ള ഓരോ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നത് ഏതാണ്? ഈ മൂന്ന് സിസ്റ്റത്തിലൂടെയാണ്. ഓക്കെ, ഈ 3 ടയർ സിസ്റ്റത്തിലൂടെയാണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ, അത് സാധാരണ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ നടപടിക്രമങ്ങൾ നടക്കുന്നത് ഈ മൂന്ന് പ്രധാന സെന്റേഴ്സിൽ കൂടിയാണ്. സബ് സെന്റേഴ്സിൽ കൂടിയും പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ കൂടിയും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ കൂടിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചികിത്സാ രീതികളും അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എവിടെയാണ്? ഈ മൂന്ന് സെന്റേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഓക്കെ, ഇനി വരുന്നത് ഒരു ഫ്ലോ ചാർട്ടാണ്. ഒന്ന് നോക്കിക്കേ. ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. നമ്മളുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണോ നോക്കിയേ. നാഷണൽ ലെവൽ ഫസ്റ്റ് വരുന്ന എന്താണ്? നാഷണൽ ലെവൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ബ്യൂട്ടി കേട്ടോ. ഫസ്റ്റ് വരുന്ന ലെവൽ ഏതാണ്? നാഷണൽ ലെവൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. എന്താണ്? ആരോഗ്യവും കുടുംബക്ഷേമവും എന്നുള്ള വകുപ്പാണ് എന്ത് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ലെവൽ എന്താണ്? സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS. എന്താണ്? സംസ്ഥാന ലെവലും അതുപോലെ UTS എന്താണ്? യൂണിയൻ ടെറിട്ടറീസും ഉൾപ്പെടുന്നതാണ്. അതിന് കീഴിൽ വരുന്നത് എന്തൊക്കെയാണ്? ഡിസ്ട്രിക്ട് ലെവൽ, ജില്ലാ തലത്തിൽ വരുന്നത് എന്തൊക്കെയാണ്? ജില്ലാ തലത്തിനെ നമ്മൾ രണ്ടായിട്ട് പറയുന്നുണ്ട്. റൂറൽ ഏരിയാസ് എന്നും അർബൻ ഏരിയാസ് എന്നും പറയുന്നുണ്ട്. ഡിസ്ട്രിക്ട് ലെവലിലെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. റൂറൽ ഏരിയാസ് എന്നും അർബൻ ഏരിയാസ് എന്നും. അതില് റൂറൽ ഏരിയാസ് എന്താണ്? നമ്മളിപ്പോ പറഞ്ഞ CHC, PHC ആൻഡ് സബ് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആൻഡ് സബ് സെന്റേഴ്സ്. അത് ഏതിൽ വരുന്നതാണ്? ഡിസ്ട്രിക്ട് ലെവലിന്റെ കീഴില് റൂറൽ ഏരിയാസിൽ വരുന്ന ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളാണ് എന്ത് വരുന്നത്? CHC, PHC, സബ് സെന്റേഴ്സ്. നെക്സ്റ്റ് എന്താണ്? ഡിസ്ട്രിക്ട് ലെവലിൽ കീഴിൽ വരുന്ന മറ്റു തലം ഏതാണ്? അർബൻ ഏരിയാസ്. അർബൻ ഏരിയാസ് ഉൾപ്പെടുത്തി വരുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ്. ഓക്കെ, അപ്പൊ ഫ്ലോട്ട് മനസ്സിലായോ? The health system infrastructure in India. പ്രോച്ചാർട്ട് നന്നായിട്ട് നോക്കാം. അതിൽ ആദ്യത്തെ ലെവലിൽ ഏതാ വരുന്നത്? നാഷണൽ ലെവൽ, ദേശീയ തലത്തിൽ എന്തൊക്കെ വരുന്നു? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ആരോഗ്യവും കുടുംബപരമായ ക്ഷേമവുമാണ് ഇതിൽ വരുന്നത് ദേശീയ ലെവലിൽ വരുന്നത്. അതിന് കീഴിൽ വരുന്നത് എന്താണ്? സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. സംസ്ഥാന തലവും പിന്നെന്താണ്? യൂണിയൻ ടെറിട്ടറീസും. ഡിസ്ട്രിക്ട് ലെവലിൽ എന്തൊക്കെയാണ് വരുന്നത്? ഡിസ്ട്രിക്ട് ലെവലിൽ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? റൂറൽ ഏരിയാസ് എന്നും അർബൻ ഏരിയാസ് എന്നും. റൂറൽ ഏരിയാസിൽ എന്തെല്ലാം വരുന്നു? CHC, PHC ആൻഡ് സബ് സെന്റേഴ്സ്. അർബൻ ഏരിയാസില് ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ്. ഫ്ലോ ചാർട്ട് മനസ്സിലായോ? നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നല്ലേ ഉള്ളതൊക്കെ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഭാഗം നോക്കി. ഹോസ്പിറ്റൽ ഫങ്ഷൻസ്. നമ്മളിപ്പോ പറഞ്ഞു വന്നിട്ട് ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ 3 ടയർ സിസ്റ്റം പറഞ്ഞു. ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള 3 ഫേസസ് പറഞ്ഞു അല്ലെ. ഇനി വരുന്നത് ഹോസ്പിറ്റൽ ഫങ്ഷൻ ആണ് അല്ലെ. ഹോസ്പിറ്റലിലെ പ്രധാന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നു. അതില് ഹോസ്പിറ്റൽ ഫങ്ഷനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു. എന്തൊക്കെയാണ്? ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്നും എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ എന്നും. ഹോസ്പിറ്റൽ ഫങ്ഷനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്നും എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ. നെറ്റ് കട്ടായപ്പോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിച്ചോളൂ. മറ്റേ ഇൻഫ്രാസ്ട്രക്ചറിൽ സബ് സെന്റേഴ്സ് മനസ്സിലായിട്ടില്ല. അപ്പത്തേക്ക് നെറ്റ് ഇങ്ങോട്ട് നെറ്റ് കട്ടായി പോയി. അവസാനം പറഞ്ഞാൽ മതിയോ? പിന്നെ ഇത്ര സ്പീഡിൽ പോകല മിസ്, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ചോദിച്ചാൽ സ്പീഡ് കൂടുതലാണെന്ന് ആരും പറഞ്ഞില്ല. അപ്പൊ
നമുക്ക് ഒരു തറോ ആയിട്ട് ക്ലാസ് അങ്ങനെ പോവാം. അപ്പൊ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര കുറച്ച് സ്പീഡും അതുകൊണ്ട് ഡൗട്ട് പെട്ടെന്ന് ചോദിക്കാനും പറ്റുന്നില്ല. ഓക്കെ ഓക്കെ. ഏതാണ് ചോദിച്ചത്? സബ് സെന്റേഴ്സ് അല്ലേ? സബ് സെന്റേഴ്സ്. ബാക്കി ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടില്ലല്ലോ അത് മൂന്നും. അപ്പൊ അത് നല്ലപോലെ ഒന്ന് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നല്ലപോലെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ക്ലാസ്സിൽ തന്നെ ഒന്ന് ബൈ ഹാർട്ട് ആവുകയാണ്. ഓക്കെ പറയാം. ഒന്നുകൂടി പറയാം. സബ് സെന്റേഴ്സ് ഒന്നുകൂടി പറയാം. ശ്രദ്ധിക്കുക കേട്ടോ. സബ് സെന്റേഴ്സ് ഇനിയിപ്പോ ഇംഗ്ലീഷിൽ പറയണ്ടല്ലോ, മലയാളത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ പോരെ? ഓക്കെ. ഗ്രാമീണ പ്രദേശങ്ങളില് എന്താണ് നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളിലെ പ്രാഥമിക ശുശ്രൂഷയുടെ ഒരു അടിസ്ഥാന കേന്ദ്രങ്ങളായിട്ടാണ് എന്ത് സബ് സെന്റേഴ്സ് പ്രവർത്തിക്കുന്നത്. ഉപകേന്ദ്രങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആരോഗ്യ മേഖലയുടെ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇതിൽ എന്തെല്ലാം സേവനങ്ങളാണ് പ്രധാനമായിട്ടും സബ് സെന്റേഴ്സ് കൊടുക്കുന്നത്? എന്തൊക്കെയാണ്? അടിസ്ഥാന മെഡിക്കൽ സർവീസ് അടിസ്ഥാന ആരോഗ്യ സംവിധാനങ്ങളെ കുറിച്ച് ആരോഗ്യ പരീക്ഷകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ് പ്രതിരോധ കുത്തിവെപ്പുകൾ, ഇമ്മ്യൂണൈസേഷൻ പ്രോസസ്, അതുപോലെ തന്നെ റഫറലുകൾ എന്നിവയാണ് ഈ സബ് സെന്റേഴ്സ് പ്രധാനമായിട്ടും വഹിക്കുന്ന അവരുടെ പെർഫോമൻസ്, അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് അടിസ്ഥാന മെഡിക്കൽ സേവനങ്ങളും അതുപോലെ തന്നെ എന്താണ് പ്രതിരോധ കുത്തിവെപ്പുകളും റെഫറൻസുകളും ഒക്കെയാണ് എന്തിൽ വരുന്നത്? സബ് സെന്റേഴ്സിന്റെ പ്രധാന ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ഇനി ഇതൊരു താൽക്കാലിക ഘടനകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ടെമ്പററി സെക്ടേഴ്സ് ആണ് എന്ത് പറയുന്നത്? സബ് സെന്റേഴ്സ് എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ഘടനകളാണ് എന്ത്? സബ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ എത്ര വർക്കേഴ്സുകൾ ഉണ്ടാവും? 1-2 വർക്കേഴ്സ് മാത്രമേ ഇതിൽ ഉണ്ടാവുകയുള്ളൂ. മാത്രവുമല്ല ഏകദേശം 5000 പേർക്കോളം എന്താണ് ചികിത്സ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് എന്ത്? സബ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആണ് സബ് സെന്റേഴ്സിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. മനസ്സിലായോ? ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അത് ക്ലിയർ ആയില്ലെങ്കിൽ പറയണേ. ഓക്കെ. ഇനി പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്താണ് പറയുന്നത്? ഇതൊരു സ്മോൾ ഗ്രൂപ്പാണ്. അതിലായിട്ട് എത്ര ഡോക്ടേഴ്സ് ഉണ്ടാവും? 1 to 2 ഒന്നുകൂടി 2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അതിലുണ്ടായിരിക്കും. മാത്രമല്ല 14 പാരാമെഡിസിൻ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. പിന്നെന്താണ്? ഇതൊരു ചെറിയൊരു കൂട്ടമാണ്. ഒരു ചെറിയൊരു ഹെൽത്ത് മേഖലയിൽ ചെറിയൊരു ക്ലസ്റ്റർ ആണ് ഇത് കേട്ടോ. ചെറിയൊരു കൂട്ടമാണ് PHC, പ്രൈമറി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. അതൊരു ചെറിയൊരു ക്ലസ്റ്റർ എന്ന് വെച്ചാൽ ചെറിയൊരു കൂട്ടമാണ് അല്ലെ. ഓക്കെ. ഇതിന്റെ പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ് ആർ ഇൻചാർജ് ഓഫ് 6 സബ് സെന്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ 6 ഉപകേന്ദ്രങ്ങളുടെ കാര്യനിർവഹണം നടത്തുന്നത് ആരാണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ് 6 സബ് സെന്റേഴ്സിന്റെ കാര്യനിർവഹണങ്ങൾ നടത്തുന്നത്. In addition to outpatient treatment, most PHC facilitate inpatient treatment with the 4 to 6 bed. അതായത് എന്താണ് അവിടെ പ്രധാനമായിട്ടും ചികിത്സാരീതിയിലേക്ക് ഏകദേശം എന്താണ് 6 വരെ ബെഡ്സുകളാണ് അവിടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആസ് എ പ്ലാൻ PHC serves 30,000 people. അതായത് ഏകദേശം 30,000 പേരെങ്കിലും ചികിത്സിക്കാനുള്ള ഒരു ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ ഉണ്ടെന്നാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അത്രയും മനസ്സിലായില്ലേ? നിങ്ങൾക്ക് 1-2 പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ കേട്ടോ. സംശയം ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇനി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി സെക്ടർ ആണ് അല്ലെ. ഇതൊരു ദ്വിതീയ സംഘടന, ദ്വിതീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സെക്ടറാണ് എന്ത്? കമ്മ്യൂണിറ്റി സെക്ടർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്, ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇതൊരു എന്താണ്? ദ്വിതീയ മേഖലയാണ് അല്ലെ.
ഗ്രാമീണ ആശുപത്രികളും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിന്റെ സേവനം നൽകുന്നതാണ് എന്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഗ്രാമീണ ആശുപത്രികളുടെ കൂടുതൽ സൗകര്യങ്ങളും അവരുടെ കൂടുതൽ വികസനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് CHC 4 PHCകളിൽ സേവനം നൽകുന്നു. ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്താണ് 4 പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ സേവനം നൽകുന്നു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് 4 പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് 4 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ സേവനം നൽകുന്നു. 4 ആരോഗ്യ കേന്ദ്രങ്ങളിലെ പ്രൈമറി കേന്ദ്രങ്ങളിൽ ആരാണ് സേവനം നൽകുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. ഓക്കെ, ഇതില് CHCയുടെ ഏകദേശം 30 ബെഡ്സുകളോളം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ ഉണ്ടായിരിക്കും. 1,20,000 പേരെ വരെ ഇവിടെ ചികിത്സിക്കാനുള്ള 1,20,000 പേരെ വരെ ഇവിടെ എന്താണ് ചികിത്സിക്കാനും സാധിക്കുമെന്നുമാണ് എന്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ വരുന്നത്. മനസ്സിലായോ? 3-4 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവുന്ന പോയിന്റ്സുകൾ അവിടെ ഉള്ളു കേട്ടോ. ഓക്കെ, ഇനി പറഞ്ഞോട്ടെ ഹോസ്പിറ്റൽ ഫംഗ്ഷൻ പറഞ്ഞോട്ടെ. ഹോസ്പിറ്റൽ ഫംഗ്ഷൻ ഏതൊക്കെയാണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനും എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷനും. ഇത്രയും സ്പീഡ് മതിയോ? ഇംഗ്ലീഷ് ക്ഷമിക്കണം, ഞാൻ നോർമലി സ്പീഡിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് വന്നു പോകുന്നതാണ്. ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, സ്പീഡ് കുറച്ച് സംസാരിച്ചോളാം. അപ്പൊ ഹോസ്പിറ്റൽ ഫംഗ്ഷനെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കുന്നു, എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്നും ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്നും. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. എന്താണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ് സർവീസ് ഇൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. എന്താണ് സർവീസ് ഇൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് വിത്തിൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന അല്ലെ ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന ഫങ്ഷൻസ് ആണ് എന്ത് ഇൻട്രാമ്യൂറലിൽ വരുന്നത്. ഓക്കെ, അപ്പൊ എക്സ്ട്രാമ്യൂറൽ എന്തായിരിക്കാം അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ പുറത്ത് നടക്കുന്ന ഫങ്ഷൻസ് ആണ്. അപ്പൊ നമുക്കതില് ഫസ്റ്റ് ഫംഗ്ഷൻ പഠിക്കാം. എന്താണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഹോസ്പിറ്റലിൽ അകത്ത് നടക്കുന്ന സേവനങ്ങളാണ് എന്താ പറയുന്നത് ഇൻട്രാമ്യൂറലിൽ വരുന്നത്. ഇതില് ഫസ്റ്റ് വരുന്നതാണ് എന്തോ നസീറ എന്താ പറഞ്ഞത്? ടൈം 12:30 വരെയാണ്. അതിനിടയിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് ഇങ്ങനെ ടൈം. ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. ഓക്കെ, ഇത് ഫസ്റ്റ് ക്ലാസ്സിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ നിങ്ങളത് ക്ഷമിക്കുക. അടുത്ത ക്ലാസ്സിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ അവിടെ വരെ എടുത്ത് നിർത്തിയേക്കുന്നത് പോലെ ഹോസ്പിറ്റൽ ഫങ്ഷൻസ് വരെ പറഞ്ഞത്. ഫങ്ഷൻസ് വരെ എടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ടോപ്പിക്കുകൾ നന്നായിട്ട് വായിച്ചിട്ട് വരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോവാം കേട്ടോ. സ്പീഡ് കുറയ്ക്കുന്നതായിരിക്കും. ഓക്കെ മാം. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഇല്ല. സ്പീഡ് അല്ലാതെ വേറെ ഒന്നും ഇല്ല മാം, ഓരോ പോയിന്റ്സും ഒന്ന് നമ്മളൊന്ന് വായിച്ച് നോക്കിയിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മാം. ലീവ് ചെയ്തോളൂ കേട്ടോ.
ഉം.